ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. വൈകുന്നേരത്തെ ഈവനിങ് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ 1/4 കപ്പ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. വറുത്തെടുത്തിട്ടുള്ള കപ്പലണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൂടുതൽ പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇത് കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതവിടെ മാറ്റി വെക്കാം. നിങ്ങൾക്ക് കപ്പലണ്ടിക്ക് പകരമായിട്ട് കാഷ്യൂ ഒക്കെ എടുക്കാവുന്നതാണ്. ഈ ഒരു കപ്പലണ്ടി ചേർത്തത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇത് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഈ ഒരു പലഹാരം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഇത് 7 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് കേട്ടോ. ഇതിലേക്ക് ഒരല്പം ഗീ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടിന്നിന്റെ എല്ലാ ഭാഗത്തും ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ശർക്കര പാനി റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 300 ഗ്രാമോളം ഉണ്ടാകും. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗീ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. കൂടുതൽ തിന്നായിട്ടുള്ള സേമിയ അല്ല കേട്ടോ ഇത്. ഒരു മീഡിയം തിക്നെസ്സിലുള്ള നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു സേമിയ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. വളരെ തിന്നായിട്ടുള്ള നമ്മൾ പുഡിങ്ങിനൊക്കെ എടുക്കുന്ന ആ ഒരു സേമിയ ഉണ്ടല്ലോ, അത് എടുക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. കാരണം അത് പെട്ടെന്ന് തന്നെ വെന്തങ്ങ് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ സേമിയ ഇപ്പോൾ ഇവിടെ പാകത്തിന് വറന്ന് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി കിട്ടിയാൽ മതി. അപ്പൊ അത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഈ സേമിയയുടെ അതേ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സേമിയയും വെള്ളവും ഒരേ ലെവലിൽ ഇരിക്കുന്ന പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനിയിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രം അടച്ച് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ കണ്ടോ, നമ്മളെ സേമിയ ഇവിടെ പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ സേമിയം ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ആ ഒരു പാകത്തിന് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാൽ ഒട്ടും അങ്ങ് കുക്കാവാതിരിക്കാനും പാടില്ല. ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ വറ്റി ഈ സേമിയ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയ ശേഷം ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. ഇനിയിപ്പം വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു നെയ്യ് നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാഷ്യൂ ചേർത്ത് കൊടുക്കുക. ഇനി കാഷ്യൂ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ ഇതാ കാഷ്യൂയുടെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂം കിസ്മിസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അറിയാലോ, ഈ ഒരു കിസ്മിസ് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇതിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പൊ ഈ ഒരു കാഷ്യൂം കിസ്മിസൊക്കെ ഞാൻ ഈ നെയ്യിൽ നിന്നും കോരി മാറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും ഞാൻ ഈ കാഷ്യൂം കിസ്മിസും വറുത്തെടുത്തിട്ടുള്ള ആ ഒരു നെയ്യിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. അപ്പൊ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ കുക്കായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കപ്പലണ്ടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പൊ ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും.
ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങയുടെ ജലാംശമൊക്കെ വറ്റി ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മളെ നേന്ത്രപ്പഴം നന്നായിട്ട് കുക്കായി ഉടഞ്ഞു വരും കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നേന്ത്രപ്പഴം കുക്കാക്കി അങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ശർക്കര പാനി ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനിയിപ്പോ ഇതിലെ കട്ടകളെല്ലാം ഒന്ന് ഉടച്ചു കൊടുത്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇതിവിടെ നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കാനായിട്ട് അല്പനേരം വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇത് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാണ്, നമ്മൾ സേമിയ വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഉതിർന്നുതിർന്ന് വീഴുന്ന വിധത്തിൽ വേണം വേവിച്ചെടുക്കാൻ. ഇതുപോലെ നമുക്ക് ഓരോ സേമിയയുടെ പീസും വെവ്വേറെ കിട്ടണം. ആ ഒരു പാകത്തിന് മാത്രമേ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ സേമിയ മുഴുവനും ഞാൻ ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ സേമിയയിലേക്ക് മധുരമൊക്കെ പിടിക്കാനായിട്ട് അല്പസമയം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇത് നല്ലവണ്ണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂം കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഒരല്പം കാഷ്യൂം കിസ്മിസും ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടിൻ ഉണ്ടല്ലോ, നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ടിന്നിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സേമിയയിലേക്ക് നല്ല മധുരമൊക്കെ പിടിക്കാനായിട്ട് ഈ ഒരു പാത്രം അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പാത്രം ഓപ്പൺ ചെയ്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പൊ വീണ്ടും പാത്രം അടച്ചു വെച്ച് ഞാൻ ഇതിവിടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു അല്പസമയത്തിന് ശേഷം ഞാനിവിടെ പാത്രം ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ വറ്റി ഇതിവിടെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാനിൽ നിന്നും വിട്ടുവരുന്ന ആ ഒരു പാകത്തിന് ഇതിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അത്രയും മതി. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പൊ ഇത് ഞാനിവിടെ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പാകത്തിന് ഇതുപോലെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനുള്ള പാകത്തിന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ഒന്നുകൂടി ഇതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നേരത്തെ നമ്മൾ നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് എടുത്തിട്ടുള്ള ആ ഒരു ടിന്നിലേക്ക് കാഷ്യൂം കിസ്മിസൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു സേമിയയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഞാനിതൊന്നുകൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നു മാത്രം. നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാനുള്ള ആ ഒരു പാകത്തിനാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇപ്പൊ ഇതുപോലെ സേമിയ ഒന്ന് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്തൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്തൊക്കെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പൊ സേമിയ കൊണ്ട് നമുക്ക് പലതരം പലഹാരങ്ങൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ രുചികരമായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടാവുന്ന ഒരു പലഹാരമാണിത്. കുട്ടികൾക്ക് മാത്രമല്ല, മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. അപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള സേമിയയുടെ മിക്സ് മുഴുവനായിട്ടും ഞാൻ ഈ ടിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിവിടെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമറിലോട്ടേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്റ്റീമറിലെ വെള്ളമൊക്കെ നല്ലവണ്ണം തിളച്ച് ഇതുപോലെ നന്നായിട്ട് ആവി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് സേമിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ടിന്നൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം.
ഇനി ഈ ആവിച്ചെമ്പ് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് കുക്കായിട്ടുള്ള ഒരു ഐറ്റാണ്, എങ്കിലും 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സേമിയയുടെ മിക്സ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ഇത് സ്റ്റീമറിൽ നിന്നും മാറ്റി ചൂടാറാൻ വേണ്ടി വെക്കാം. നല്ലവണ്ണം ചൂടാറി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ കത്തിയോ വെച്ച് ഇതൊന്ന് ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഞാനിത് ടിന്നിൽ നിന്നും ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ കൊണ്ടുണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയ ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ളൊരു മധുരമൊക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.